ഹലോ ടാരറ്റ് ലവേഴ്സ്, എല്ലാവർക്കും റോസ് ടാരോട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വീണ്ടും സ്വീകരിക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഓക്കെ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഈ വ്യക്തി വളരെയധികം വിഷമിക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ വളരെയധികം സന്തോഷിക്കുന്ന ഒരു കാര്യം ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ വളരെയധികം ഈ വ്യക്തി വളരെയധികം ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ സ്പിരിച്വലി ഇച്ചിരി ഉയർന്ന ഒരാളായിരിക്കാം. അതായത് സ്പിരിച്വലായിട്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയൊക്കെ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവർ ആ ഒരു മേഖലയിൽ വളരെയധികം ഉയർന്നു നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ ആ ഒരു മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം കോൺഫിഡൻ്റ് ആണ്. പിന്നെ അതേപോലെ വളരെയധികം ഒരു ആറ്റിറ്റ്യൂഡ് ക്യാരി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വളരെയധികം ഡൊമിനൻ്റ് ആയിട്ടുള്ളൊരു എനർജി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി എന്ത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അത് വൈകാതെ തന്നെ നേടിയെടുക്കുന്ന ഒരു എനർജിയാണ് ഈ വ്യക്തിയുടേത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു കരിയറിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവർ വളരെയധികം ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു കരിയറിൻ്റെ ഭാഗമായിട്ടും അതേപോലെ തന്നെ ഈ വ്യക്തിയുടെ വേറെ കുറേ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പിൻ്റെയോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു സാന്നിധ്യമൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അത് പക്ഷെ ഇപ്പോൾ ഇല്ല, അത് കാണിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ആ ഒരു ടൈം കഴിഞ്ഞിരിക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം, അതായത് നിങ്ങളെക്കാളും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുകയും അതായത് ഈ വ്യക്തിയുടെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞിട്ട് കവളിപ്പിച്ച് കടന്നു കളയുക, അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അതായത് ഈ വ്യക്തിയുടെ കൂടെ ആ ഒരു തേർഡ് പാർട്ടി വളരെയധികം ഒട്ടിച്ചേർന്ന് നിൽക്കുകയും ഒടുക്കം ഈ വ്യക്തിയെ ചതിക്കുന്ന രീതിയിലേക്ക് അത് എത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് ഈ വ്യക്തിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ആൾക്കാർ വരുമ്പോൾ പഴയ ആൾക്കാരെ വിട്ടുകളയുക. അതായത് ഇപ്പോൾ നിങ്ങളായിട്ട് വളരെ നല്ലൊരു റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരാൾ കയറി വരുന്നു, ഉടൻ തന്നെ നിങ്ങൾ ഒഴിവാക്കുന്നു. അങ്ങനത്തെ ഉള്ളൊരു വ്യക്തിയാണ് ഇവർ. അപ്പോൾ ഇവർക്ക് പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് ഇവർക്ക് കൂടുതലായിട്ട് ആഗ്രഹമുള്ളത്. അപ്പോൾ ഈ വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ ആയിരുന്നു കുറച്ച് നാൾ. ഓക്കെ, അതായത് ഈ തേർഡ് പാർട്ടിയുടെ വരുതിയിൽ ഇവരിങ്ങനെ നടക്കുമായിരുന്നു. അതായത് ഇവർ വരക്കുന്ന വരയിൽ ഇവർ നിൽക്കും. അങ്ങനത്തെ ഉള്ളൊരു രീതിയിലായിരുന്നു ഈ ഒരു വ്യക്തിയും ആ ഒരു തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പെട്ടെന്നൊരു ദിവസം ഈ ഒരു തേർഡ് പാർട്ടി നല്ലൊരു വ്യക്തിയല്ല എന്ന് ഇവർ മനസ്സിലാക്കുകയും ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്ന, വളരെയധികം എൻകറേജ് ചെയ്തിരുന്ന ഈ ഒരു തേർഡ് പാർട്ടി പെട്ടെന്ന് ഇവരുടെ ജീവിതത്തിൽ നിന്ന് പോയി. പക്ഷേ ഇവർ കരിയറിൽ വളരെ സക്സസ് ആയിട്ട് പെട്ടെന്ന് വരികയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഒരു സൈഡ് നഷ്ടവും ഒരു സൈഡ് സന്തോഷവുമാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, വളരെ ഇപ്പോൾ സ്പിരിച്വലി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പിരിച്വലി ഇച്ചിരി ഉയർന്ന ആളായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയൊക്കെ ആകാം. ചിലപ്പോൾ മിലിറ്ററിയിലാകാം. ഓക്കെ, അല്ലെങ്കിൽ പോലീസാകാം. അങ്ങനെ എന്തെങ്കിലും ഇച്ചിരി ഒരു ഓറ ക്യാരി ചെയ്യുന്ന പോലത്തെ ഒരു ജോലി, അതായത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് കുളിർമ തോന്നുന്ന ഒരു ജോലി ആയിരിക്കാം ഈ വ്യക്തി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് ഈ വ്യക്തി കേൾക്കില്ല. ഓക്കെ, ഇപ്പോൾ ഇവർക്ക് തോന്നണം
ആ വ്യക്തി ആ വ്യക്തി പറയുന്നത് ഞാൻ കേൾക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ വ്യക്തി അവരെക്കുറിച്ച് കേൾക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ ഈ വ്യക്തി അതായത് നിങ്ങൾ പറയുന്ന വാക്കുകളൊന്നും ഈ വ്യക്തി ഉള്ളിലേക്ക് എടുക്കുന്നുണ്ടാവില്ലായിരിക്കാം പലപ്പോഴും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ കുറേ പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ഈ വ്യക്തി കരിയറിൽ വളരെ ഉദിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതേപോലെ തന്നെ ഒപ്പം വിഷമവും ഈ വ്യക്തിയുടെ അടുത്തുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ പോയതിൻ്റെ വിഷമവും ഒപ്പം എൻ്റെ കരിയറിൽ, അതായത് എൻ്റെ സക്സസ്സിന് ഒപ്പം എൻ്റെ പാർട്ട്ണർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള വിഷമമാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ വ്യക്തി നിങ്ങളെ കേൾക്കാതിരിക്കുകയും നിങ്ങൾ കുറേ ട്രൈ ചെയ്യുകയും, അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം രസകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു എഫേർട്ടൊന്നും ഈ വ്യക്തി കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ വ്യക്തിയുടെ ഒരു സാഹചര്യമൊക്കെ നോക്കുകയാണെങ്കിൽ താൻ ചെയ്ത തെറ്റ് എന്താണെന്നുള്ളത് ഈ വ്യക്തി മനസ്സിലാക്കുകയും നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം മെൻ്റലി പ്രിപ്പയർഡ് ആവണം. കാരണം നിങ്ങളെ കുറേ വിഷമിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെങ്ങനെയായിരിക്കും റിയാക്റ്റ് ചെയ്യുന്നത്, അതായത് തിരികെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ സ്വീകരിക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും പുതിയതാരെങ്കിലും വന്നോ എന്നൊക്കെയാണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ചിന്തകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പഴയ ആ നെഗറ്റീവായിട്ടുള്ള ബോണ്ടുകളൊക്കെ, അതായത് ഫ്രണ്ട്ഷിപ്പ് ബോണ്ട്, ഓക്കെ, അങ്ങനത്തെയൊക്കെ ഈ വ്യക്തി വിട്ടുകളയുകയും, അതായത് ഇപ്പോൾ നിങ്ങളിൽ ഇവർ കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് എ പാർട്ട്ണർ. ഓക്കെ, നല്ലൊരു പാർട്ട്ണറും ഒപ്പം നല്ലൊരു കൂട്ടും ഈ വ്യക്തിക്ക് കിട്ടിയിരുന്നു എന്നാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഈ വ്യക്തിക്ക് ഇനിയും വേണ്ടത് എന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സറൗണ്ടിങ്സിൽ നിന്ന് ഇപ്പോൾ നിങ്ങളുടെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടി ഭംഗിയായിട്ടുണ്ടാവാം. ഓക്കെ, പണ്ടത്തെ പോലെ അല്ലായിരിക്കാം, കുറച്ചുകൂടി നിങ്ങൾ ബോൾഡായിട്ടുണ്ടാവാം. ഇപ്പോൾ എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ വളരെയധികം ബോൾഡായിട്ട് തന്നെ ആയിരിക്കാം നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസൊക്കെ ഈ വ്യക്തിയെ വളരെയധികം അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കാണുന്നില്ലെങ്കിലും ഈ വ്യക്തി നിങ്ങളെ കാണുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടൊക്കെ ആയിരിക്കാം നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ ഈ വ്യക്തി കുറേ അറിയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി ഈ വ്യക്തി വളരെയധികം ഇപ്പോൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ സക്സസ് കാർഡ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ പേടിക്കാനില്ല. ഈ വ്യക്തിയിലേക്ക് നിങ്ങൾക്ക് പൂർണ്ണമായും തിരിച്ച് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. കാരണം നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചു ഈ വ്യക്തിയുടെ ഒപ്പം ജീവിക്കണം, മുന്നോട്ട്, അതായത് ഒരു ഫ്യൂച്ചർ ഈ വ്യക്തിയുടെ ഒപ്പം ബിൽഡ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചു. അപ്പോൾ അത് ആ ഒരു നിങ്ങളുടെ ആ ഒരു ഇമാജിനേഷൻ കാര്യങ്ങളൊക്കെ വളരെയധികം മാനിഫെസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി വീണ്ടും തിരികെ വരുന്നതിൽ ഒരു കാരണമുണ്ട്. ചിലപ്പോൾ പഴയതുപോലെ തന്നെ നിങ്ങൾക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിച്ചില്ലെങ്കിലും പുതിയൊരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. ഓക്കെ, അപ്പോൾ അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം വിശ്വാസമുണ്ട്, ദൈവത്തിൽ വളരെയധികം വിശ്വാസമുണ്ട്. കാരണം ഈ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരും എന്നൊരു ഉറപ്പ് നിങ്ങൾക്ക് ഉള്ളിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ വളരെയധികം മാനിഫെസ്റ്റായിട്ട് പോയിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം നന്നായി തന്നെ കേൾക്കുന്നുണ്ട്. ഒരിക്കലും അതായത് ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തിരിഞ്ഞിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കില്ലേ, അപ്പോൾ അങ്ങനെ ഒന്നുമില്ല. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ
നിങ്ങളുടെ ആ ഒരു ബോൾഡ് എനർജി, ബോൾഡായിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ ഈ വ്യക്തിയെ വളരെയധികം അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ വലിയൊരു കാര്യമാണ്. കാരണം നിങ്ങൾ കുറേ മാറിപ്പോയി എന്നാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. പക്ഷേ ഉള്ളിൽ നിങ്ങൾ പഴയ നിങ്ങൾ തന്നെയാണ് അല്ലേ? അപ്പോൾ ഈ വ്യക്തിയെ സ്വീകരിക്കണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ് എടുത്തത്. സോ നന്നായിട്ടൊക്കെ ചിന്തിച്ച് തന്നെ ഡിസിഷൻസൊക്കെ എടുക്കുക. ഓക്കെ. അപ്പോൾ ഈ വ്യക്തി മറ്റേ തേർഡ് പാർട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ, തേർഡ് പാർട്ടി ആ ഒരു എന്താണ്, അതായത് ഇവരുടെ ജീവിതത്തിൽ സ്നേഹിക്കുന്ന ആൾക്കാരുമുണ്ട്. ഓക്കെ, സ്നേഹിക്കുന്ന ആൾക്കാരുമുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി വന്ന ഒരു എനർജിയാണ്. ഓക്കെ. അപ്പോൾ അതായത് നിങ്ങൾ ഈ വ്യക്തിയെ സ്നേഹിച്ചിരുന്നു, ഈ വ്യക്തി അത് തിരിച്ചറിഞ്ഞില്ല. പക്ഷെ തേർഡ് പാർട്ടി അത് മനസ്സിലാക്കി കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം നമുക്കിവിടെ. ഓക്കെ. അപ്പോൾ ഇത്രയുമുള്ള റീഡിങ്. താങ്ക് യു. പോസിറ്റീവായിട്ടിരിക്കുക, നന്നായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മാനിഫെസ്റ്റേഷനൊക്കെ ഏൽക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഓക്കെ.